മടുത്തു യശോദാമ്മേ. പൈക്കിടാവിനെ പോലെ പശുവിൻ്റെ അകിട്ടിന്ന് പാല് കുടിക്കുന്ന ശീലം കണ്ണന് മുമ്പും ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ വളർന്നപ്പോൾ പാത്രത്തിൽ കറന്നു വെച്ചിരിക്കുന്ന പാല് കട്ടു കുടിക്കാനും തുടങ്ങി. ഒരു വലിയ കുട നിറച്ച് പാല് കറന്നു വെച്ചതാ. അപ്പോഴാ കൂട്ടരുമൊത്തു വന്ന് എന്തോ മായവിദ്യ കാട്ടി പാലപ്പാടെ ചോർത്തി കുടിച്ചു കളഞ്ഞു യശോദമ്മേ. ഇതൊക്കെ എപ്പോഴാ നടന്നത്? ഇപ്പോ സങ്കടം സഹിക്കവയ്യാതെ വന്നപ്പോ ഞാനൊരു കടുങ്കൈ ചെയ്തിട്ടാ യശോദമ്മേ വന്നത്. എന്തു ചെയ്തു? കണ്ണനെ ഞാൻ എന്റെ വീട്ടിൽ കെട്ടിയിട്ടു. യശോദാമ്മേ, കണ്ണനെ ഇപ്പോ ചാരുലതയുടെ വീട്ടിൽ കെട്ടിയിട്ടിരിക്കുകയാണോ? അതെ, ജനലഴിയോട് ചേർത്ത് ബലത്തിൽ കെട്ടിയിട്ടിരിക്കുക. സത്യ യശോദമ്മേ? അല്ല, ചാരുലത പറയുന്നത് പച്ച കള്ളവാ. കണ്ണനെ പിടിച്ചു കെട്ടിയിട്ടിരിക്കുന്നത് ഞാനാ. വീട്ടിനുള്ളിൽ കറന്നു വെച്ചിരുന്ന പാല് കൂട്ടുകാരുമൊത്ത് വന്ന് അപ്പാടെ കട്ട് കുടിച്ചു കളഞ്ഞു. തളയും വളയും കിലുങ്ങാതെ പൂച്ചയെപ്പോലെ പതുങ്ങി വരാൻ ബിരുദനാണല്ലോ കണ്ണൻ. യശോദാമ്മയെ ഓർത്തിട്ടാ ഇതുവരെ ഒന്നും ചെയ്യാതിരുന്നത്. ഇനിയും വേണ്ടത് ചെയ്തില്ലെങ്കിൽ പട്ടിണിയും പരിവട്ടവുമായി പോവില്ലേ യശോദാമ്മേ? കൂട്ടുകാരൊക്കെ കടന്നു കളഞ്ഞു. കണ്ണനെ കൈയോടെ പിടികൂടി തൂണിൽ കെട്ടിയിട്ടിട്ടാ ഞാൻ വരുന്നത്. നിനക്കെന്താ ഭ്രാന്താണോ? അല്ലെങ്കിൽ നുണ പറയാൻ രത്നവല്ലി പണ്ടേ മിടുക്കിയാണല്ലോ. യശോദമ്മേ, കണ്ണനെ കെട്ടിയിട്ടിരിക്കുന്നത് ഞാനാ, ജനലിന്റെ അഴിയില്. ജനലിന്റെ അഴിയിലോ? എന്റെ വീടിനകത്തെ തൂണിലാ ഞാൻ കെട്ടിയിട്ടിരിക്കുന്നത്. യശോദമ്മ നേരിട്ട് വന്നാ സത്യം ബോധ്യപ്പെടുമല്ലോ. കൊള്ളാമല്ലോ. ഒരു കാര്യം ചെയ്യാം, ആദ്യം ആരാണ് കണ്ണനെ കെട്ടിയിട്ടിരിക്കുന്നെന്നുള്ള തർക്കം തീരട്ടെ. അത് കഴിഞ്ഞ് നേരിൽ കാണാൻ ഞാൻ വരാം. യശോദാമ്മേ, നന്ദരാജന്റെ ഉണ്ണിയാണെന്നും പറഞ്ഞ് എന്തോ ആവാല്ലോ. കണ്ണന്റെ വികൃതിയെക്കുറിച്ച് ആവലാതി പറഞ്ഞാൽ യശോദാമ്മയുടെ പരിഭവിച്ച മുഖം കാണേണ്ടി വരും. ഇന്നത് വേണ്ടല്ലോ. ആഹാ, യശോദാമ്മ ഇവിടെ നിൽക്കുകയാണോ? അതെ. എന്താ ചിത്രേ പരിഭവം പറയുന്നത്? പരിഭവം പറയുന്നതാണോ കുറ്റം? ഇത്തവണ യശോദാമ്മയുടെ മകനോടെ പരിഭവം പറയുന്നതല്ല, പ്രവർത്തിക്കുക തന്നെ ചെയ്തു. എന്താണെന്ന് അറിയണമെങ്കിലേ വീട്ടിലേക്ക് വന്നാ മതി. എന്താ ചിത്രേ, കണ്ണനെ പിടിച്ച് കെട്ടിയിട്ട് കഴിഞ്ഞോ? ഓ, അത് ശരി. കണ്ണനെ കെട്ടിയിട്ട കാര്യം അതിനു മുൻപ് ഇവിടെ വന്ന് അറിയിച്ചു അല്ലേ കേമത്തികൾ? ചിത്രയോട് എന്ത് വികൃതിയാ കണ്ണൻ കാട്ടിയത്? ഞാൻ വാണിപത്തെരുവിൽ കൊണ്ടുപോയി വിൽക്കാൻ വെച്ചിരുന്ന വെണ്ണയും കട്ടു തിന്നു. പോരാത്തതിന് എന്റെ പൈക്കിടാവിനെ അഴിച്ചുവിട്ട് കളഞ്ഞു. എന്ത് സങ്കടമാണ്! എന്നെപ്പോലുള്ള ഗോപസ്ത്രീകളെ മൂഷിക സ്ത്രീകളാക്കി പറ്റിച്ചു നടക്കുന്ന മായാവിയാണല്ലോ കണ്ണൻ. മൂഷിക സ്ത്രീക്ക് പൂച്ചയുടെ കഴുത്തിൽ മണികെട്ടാനാവൂന്ന് ഇന്ന് ഞാൻ തെളിയിച്ചു. ഇവൾ പകൽക്കിനാവ് കണ്ടോണ്ട് വന്നതാ. ചിത്രേ, കണ്ണൻ എന്റെ വീട്ടിലെ ജനലഴിയിലുണ്ട്. എന്റെ വീട്ടിലെ തൂണിൽ കെട്ടിയിട്ടിട്ടാ ഞാൻ വരുന്നത്. നമ്മൾ ആരാണെന്ന് തെളിയിച്ചിട്ട് തന്നെ കാര്യം. അതെ, ഞാൻ ചെയ്ത പ്രവൃത്തി നീ ഏറ്റുപിടിക്കണ്ട. എന്താ തർക്കം? നിങ്ങളും പിടിച്ചു കെട്ടിയിട്ടിരിക്കുകയാണോ കണ്ണനെ? അതെ. എന്തിനാ പഞ്ചതാരെ നീ കണ്ണനെ കെട്ടിയിട്ടത്? വെണ്ണ ചോദിച്ചിട്ട് കൊടുക്കാത്ത ദേഷ്യത്തിന് ഒരു സൂത്രം ഒപ്പിച്ച് എന്നെ പെരുങ്കള്ളിയാക്കി. ഒരു ഗോപസ്ത്രീയോട് എനിക്ക് വഴക്കിടേണ്ടി വന്നു. കള്ളി എന്ന് ദുഷ്പേരും കിട്ടി. സൂക്ഷിച്ചു വെച്ചിരുന്ന വെണ്ണയൊക്കെ കണ്ണനും കൂട്ടരും കട്ടുതിന്നുകയും ചെയ്തു. കണ്ണനെ മാത്രമേ കൈ കിട്ടിയുള്ളൂ. ഒരു കുറ്റിക്കാട്ടി കെട്ടിയിട്ടാ ഞാൻ വരുന്നത്. പച്ചക്കള്ളവാ യശോദാമ്മേ. ഞാൻ കണ്ണനെ ഒരു മരക്കുറ്റിയിൽ ഇപ്പോഴങ്ങോട്ട് കെട്ടിയിട്ടതേ ഉള്ളൂ. ഓഹോ, കണ്ണൻ എന്താ നിങ്ങളോട് ചെയ്തത്? അതൊരു കഥയാ. പാവം, കണ്ണു കാണാൻ വയ്യാത്ത വൃദ്ധനായ എന്റെ അച്ഛനായി ലഭ്യനായത്. എന്റെ അനുജത്തിയോടൊപ്പം കുറച്ച് അകലെ അച്ഛൻ താമസിക്കുന്നത്. അച്ഛൻ വീട്ടിൽ വന്നിട്ട് നാളുകളേറെ കഴിഞ്ഞിരുന്നു. അദ്ദേഹം വീട്ടിലേക്ക് വരുന്നു എന്ന് അറിയിച്ചപ്പോ പിന്നെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളായി. നെയ്യപ്പം അച്ഛന് ബഹുപഥ്യമാണ്. എത്ര തിന്നാലും മതിവരാത്ത ഒരു പ്രകൃതം. കുറെ നെയ്യപ്പം ഉണ്ടാക്കുമായിരുന്നു ഞാൻ.